ഇന്നൊരു പൊങ്കാല വ്ളോഗാണ്. കല്യാണം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ആദ്യത്തെ അശ്വതിക്കോടെ പൊങ്കാലയാണ്. എൻ്റെ അമ്മയുടെ കൂടെ ഇതുപോലെ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് സുമംഗലിയായിട്ട് ഒരുങ്ങി പോകാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. ലൈഫിൽ ഇത് ഒരുപാട് ആഗ്രഹിച്ചൊരു മൊമെൻ്റ് കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് കഴിഞ്ഞ വർഷം ഞാൻ ആഗ്രഹിച്ചത് ഈ വർഷം ദേവി എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ ഒരു അസുഖത്തിൻ്റെ പേരിൽ ഞങ്ങൾ 3 കലത്തിൽ പൊങ്കാല നിവേദിക്കാം എന്ന് കഴിഞ്ഞ തവണ നേർച്ചയായിട്ട് പറഞ്ഞിരുന്നു. ഇത്തവണ ദേവി ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം തന്നിട്ടുണ്ടായിരുന്നു. ഫുൾ ഫാമിലിയായിട്ടാണ് ഞങ്ങൾ അടുത്തടുത്ത് അടുപ്പ് പിടിച്ച് പൊങ്കാലയ്ക്ക് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും സൂര്യൻ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭണ്ഡാരടുപ്പിൽ തീ പകരുന്നത് കാത്തിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ അവിടെ നിന്നാണ് നമുക്ക് തീ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് തരുന്നത്. അങ്ങനെ തിരുമേനി അവിടേക്ക് വരുന്ന സമയം കൊണ്ട് നമ്മളതെല്ലാം ഒരുക്കി വെച്ചു. വെള്ളമൊക്കെ എടുത്ത് കലമൊക്കെ സെറ്റ് ചെയ്ത് അടുപ്പെല്ലാം കൂട്ടി വെച്ചേക്കുമായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു. വർഷാവർഷം ഇവിടുത്തെ തിരക്ക് കൂടുന്നതല്ലാതെ കുറേ നേരമായിട്ട് കണ്ടിട്ടേ ഇല്ല. തിരുമേനി അങ്ങനെ ഭണ്ഡാരടുപ്പിൽ തീ കൊളുത്താനായിട്ട് വരികയായിരുന്നു. നമ്മൾ 3 കലത്തിലെയും പൊങ്കാല നിവേദ്യം ഇങ്ങനെ തിളച്ച് പൂകി വരുന്നതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു, അതുപോലെ കണ്ണു നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും അടുപ്പിങ്ങനെ അടുത്തടുത്തായതുകൊണ്ട് തന്നെ കണ്ണിലോട്ട് പുകയടിച്ചതിൻ്റെ അസ്വസ്ഥതയൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എല്ലാവരും ഭക്തി കൊണ്ടും പ്രാർത്ഥന കൊണ്ടും കരഞ്ഞതിനോടൊപ്പം ഞങ്ങളെ പോലുള്ള കുറച്ച് അടവ് പിടിച്ച ആൾക്കാർ കണ്ണിൽ പുകയടിച്ചും കരഞ്ഞവരുണ്ട്. ഞാൻ നല്ല രീതിയിൽ കരഞ്ഞത് ദൈവത്തിനോട് പ്രാർത്ഥിച്ചും കരഞ്ഞു, അതുപോലെ പുക അടിച്ചും കരയുകയും ചെയ്തു. പിന്നെ എന്താ പറയുക, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. വേറെ ഒന്നുമല്ല, ചൂടോ വെയിവോ ഒന്നും ഇല്ലായിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. അതുമാത്രമല്ല വെയിൽ നമ്മളെ ചതിച്ചില്ലെന്ന്. ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും സൂര്യചേട്ടൻ ഇച്ചിരി ദേഷ്യപ്പെട്ട് തുടങ്ങിയിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും പൊങ്കാലയെല്ലാം നിവേദ്യമെല്ലാം കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോകാറുമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ടാൻ അടിച്ചില്ല, എങ്കിലും ചെറിയ ടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ ബൈ.